പശു വീട്ടിൽ മുമ്പെത്തി. ഞങ്ങൾ ആ ചെക്കിടാൻ വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ട ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോയി. എല്ലാം വഴിച്ചാലാണല്ലോ, ആന വഴി ഇങ്ങനെ തെളിച്ചിട്ടേക്കുവാണല്ലോ. അപ്പം മുമ്പോട്ട് കിടക്കേണ്ട ഞങ്ങൾ പുറകോട്ടായിപ്പോയി. അതാണ് ഞങ്ങൾ ആ വഴി തെറ്റിപ്പോയി. അങ്ങനെ സംഭവിച്ചതാ. അല്ലെങ്കിൽ കാടൊക്കെ നല്ല പരിചയമുള്ള ആളാണ് എനിക്ക്. ഉറങ്ങിയിട്ടില്ല, ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വലിയ വിരിച്ച പാറയായിരുന്നു, ഒരു പെരയുടെ അത്രയുണ്ട്. അപ്പോൾ എവിടെ നിന്ന് ആന വന്നാലും ഞങ്ങൾ പിടിക്കില്ല. അഥവാ അത് കൈനട കുത്തി കയറിയാലും തുമ്പി കൈ കൊണ്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കൂരി ഇട്ടായിരുന്നു. തപ്പി നോക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കാണി അതുപോലെ ഇരുട്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു 2 മണി വരെ ആന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാസന കിട്ടിയിട്ടാന്ന് തോന്നണം ആന ചുറ്റുപാടും. ഇല്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. ഉച്ചയായപ്പോൾ പോയതാ. വഴിതെറ്റി പോയി. ഞങ്ങൾ നടന്ന് ഈ കല്ലിന്റെ ചോട്ട് ചെന്നപ്പോഴേക്കും മണി 6 ആവാൻ പോവാ. പിന്നെ ഇരുട്ടല്ലേ. പോവാ വനത്തിലേക്ക് പോയി. ഞങ്ങള് പ്ലാന്റേഷൻ കവിഞ്ഞു പോയി. ഇപ്പം നടക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര വേർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഈ ഷുഗർ താണതിൻ്റെ ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കരുതലൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വരാൻ വേണ്ടി പോയതല്ലേ, അങ്ങനെ ഒരു കരുതലോടുകൂടി അല്ല പോയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ രാത്രി അവിടെ 2 മണിയോട് ഞങ്ങളിവിടെ ലൊക്കേഷനിൽ അവിടെ എത്തി. അപ്പോൾ ഇവരവിടെ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് ഒരു 100-200 മീറ്ററിൻ്റെ മുകളിൽ ഇവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരെ വിളിക്കുന്നുണ്ട്, പാറു ചേച്ചി, മായ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇവർ കേൾക്കുന്നുണ്ട്. ഇവർ കേട്ടിട്ട് മിണ്ടായിരുന്നെന്ന് വെച്ചാൽ നായാട്ടുകാരാണോ ഇവർക്ക് ഉപദ്രവം ഉണ്ടാവുമെന്ന് ഓർത്ത് ഇവരത് മൈൻഡ് ചെയ്തില്ല. ഇവർ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. അല്ല, അത് കഴിഞ്ഞിട്ട് വെട്ടം വന്നപ്പോഴാണ് പിന്നെ അവർ കുഴപ്പമില്ല, അവർക്ക് സ്ഥലമൊക്കെ ക്ലിയർ ആയപ്പോൾ ഇവരും കൂടി പോകുന്നു. ഞങ്ങളൊരു 10-30 ഫയർഫോഴ്സിൻ്റെ ജീവനക്കാരുണ്ടായി, ഫോറസ്റ്റിൻ്റെ ജീവനക്കാരൊക്കെ ഉണ്ടായി. തൊട്ടടുത്ത് തന്നെ. അവിടെ ഫുള്ള് ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് അവർക്ക് നല്ല കാണാവുന്ന രീതിയിൽ ഒരു കത്തിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഇവർ കാണുന്നുണ്ട്. ഞങ്ങൾ കൂവുന്നത് കേൾക്കുന്നുണ്ട്. ഞങ്ങളൊരു ഗുണ്ടൊക്കെ പൊട്ടിച്ചു, അതൊക്കെ വ്യക്തമായിട്ട് ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ പറയാമെന്ന് വെച്ചാൽ ഇവർക്കൊരു ഭയം ഉണ്ടായി. ആരാണ്, കാടിൻ്റെ അകത്താലോ. അപ്പോൾ അങ്ങനെ ഒരു പേടി കൊണ്ട് ഇവർ അതിനെ പ്രതികരിച്ചില്ല. ഇപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത്. തൊട്ടടുത്ത് ഞങ്ങളവിടെ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഇവർ പറഞ്ഞ അനുസരിച്ച് ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു കുഴി പോലെ സ്ഥലമുണ്ട്. അവിടെയാണെന്ന് പറഞ്ഞത്. ആ റേഡിയസിൽ ഞങ്ങൾ ഒരു 1/2 കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒരു പാറയുടെ അവിടെ, സാധാരണ ഇങ്ങനെ പോകുന്നവരൊക്കെ ഒരു പാറയുടെ അവിടെ ലൊക്കേറ്റ് ചെയ്താണ് ഇരിക്കാറ്. അത് പ്രകാരം ഞങ്ങൾ ഇവരെയും ആ ഭാഗത്തുണ്ടാവുമെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് നിന്നു. ഇവർ കൂവുന്നു. ഇവർ പക്ഷേ പ്രതികരിക്കുന്നില്ല, ഈ കാരണം കൊണ്ട് മാത്രം. ഞങ്ങൾ ആനയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പോണ വഴിക്ക് ഒരു 5-6 ആനത്താരങ്ങൾ കഴിഞ്ഞാൽ പോയാൽ ഗുണ്ട് പൊട്ടിച്ച് ഞങ്ങൾ മാറി പോയി. അങ്ങോട്ടും കൂടെ ഓടി അങ്ങോട്ടും മാറിയേക്ക് നിന്നാണ് ഞങ്ങൾ പോയത്. ഇവര് നല്ല പരിചയം. മറ്റേ നമ്മുടെ പാറു ചേച്ചിനെ സംബന്ധിച്ച്, പാറു ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാണ്. ഈ വഴികളെല്ലാം അറിയാവുന്ന ആളാണ്. അപ്പോൾ ആളാണ് ലീഡ് ചെയ്ത്. ആരുടെ അടുത്തും മിണ്ടണ്ട, ഇത് ആരാന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാറു ചേച്ചി പറഞ്ഞുകൊണ്ടാണ് മിണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ആന ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വലിയ മരമായിരുന്നു. ആ മരത്തിന് മറിഞ്ഞു. ഞങ്ങൾ 3 പേരും മിണ്ടരുന്ന് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കണ്ടു മിണ്ടരുന്ന്. എന്നിട്ട് ആന പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അവർക്ക് അത് ഞങ്ങൾ 3 പേരും ഇച്ചിരി പേടിച്ചു കേട്ടോ, ഉള്ളത് പറയണല്ലോ. അന്നേരം ഒന്ന് നടങ്ങി, അല്ലാതെ പിന്നെ കാര്യമായിട്ട് പേടിച്ചില്ല. വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി ഇപ്പൊ വീട്ടിൽ എന്താ പ്രതികരണം ഒന്നും അറിയില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെയാ ഒന്നും അറിയില്ലല്ലോ. ഷുഗർ പേഷ്യന്റ് ആണ്, എല്ലാവരും ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞങ്ങൾ ഇന്നലെ 6 മണിക്ക് ആശ്വാസമായി. വെള്ളം കുടിക്കാൻ കിട്ടിയില്ല, പിന്നെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് തുണികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരു ചെറിയ തോർത്ത് മാത്രം, നല്ല തണുപ്പും. പിന്നെ തണുപ്പായാലും ഞങ്ങൾ അതിനെ വകവച്ചില്ല. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ, എങ്ങനെയെങ്കിലും വീടെത്തണമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയാ. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ എന്തായിരിക്കും രക്ഷപ്പെടുത്തിയ മായ ജയന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മായ ജയൻ, പാറക്കുട്ടി കുഞ്ഞുമോൻ, അതുപോലെ ഡാർലി സ്റ്റീഫൻ, ഈ 3 പേരാണ് ഇന്നലെ വനത്തിൽ അകപ്പെട്ടു പോയത്. അവരെയാണ് ഇപ്പോൾ രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ, വനപാലകരും നാട്ടുകാരും ഒക്കെ ചേർന്ന് അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. രാത്രി കഴിച്ചു കൂട്ടിയത് വലിയ ആശങ്കയോടുകൂടിയാണ്. 3 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. വഴിതെറ്റിപ്പോയത് സാധാരണ അവർ പോകാറുള്ള വഴി തന്നെയാണ്. പക്ഷേ വഴിതെറ്റിപ്പോകാൻ കാരണമായത് ഈ ആനക്കൂട്ടത്തെ കണ്ട് ഭയന്നതോടുകൂടിയാണ്. ഓപ്പോസിറ്റ് ദിശയിലേക്ക് സഞ്ചരിച്ചു പോയി എന്നുള്ളതും ഒരു പ്രതിസന്ധിയായി മാറി. രാത്രി മുഴുവൻ ഒരു പാറയ്ക്ക് മുകളിൽ കയറിയിരുന്നു കൊണ്ടാണ് അവർ സമയം നീക്കിയത്.
കാടിനെക്കുറിച്ച് നന്നായി അറിയാം എന്നുള്ളത് തന്നെയാണ് അവർക്ക് രക്ഷപ്പെടാൻ സഹായകമായത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ തന്നെ ഈ പാറക്കുട്ടി കുഞ്ഞുമോൻ എന്നയാൾക്ക് ആ കാടിനെക്കുറിച്ച് നന്നായി അറിയാം, കാടിൻ്റെ സ്വഭാവം അറിയാം, വഴികളറിയാം. അതൊക്കെ അവർക്ക് സഹായകമായി മാറിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ഒരു രാത്രി മുഴുവൻ ഒരു ഉൾവനത്തിൽ ഇങ്ങനെ കഴിയേണ്ടി വന്ന സാഹചര്യം അത് അവർ വിവരിക്കുന്നത് ആശങ്കയോടുകൂടി തന്നെയാണ്. രാത്രിയിലും ചുറ്റും ആനകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആനകളിൽ നിന്ന് രക്ഷപ്പെടാനായി വലിയൊരു പാറക്കൂട്ടത്തിന് മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. ഒരു തരത്തിലും ആനകൾക്ക് പിടിക്കാൻ കഴിയാത്ത നിലയിലുള്ള സുരക്ഷിതമായൊരിടത്ത് അവർ രാത്രി കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം രാവിലെ തെരച്ചിൽ സംഘം വീണ്ടും എത്തിയപ്പോൾ ഒരാശ്വാസത്തിൻ്റെ വാർത്ത നമുക്ക് മുമ്പിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയിലും യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നുള്ള കാര്യം DFOക്ക് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടന്നു തന്നെയാണ് അവർ ഉൾവനത്തിന് പുറത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ അവരെ കാത്ത് നൂറുകണക്കിന് നാട്ടുകാർ, കുടുംബാംഗങ്ങൾ, ജനപ്രതിനിധികളൊക്കെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അവരുടെ 3 പേരുടെയും പ്രതികരണം നമ്മൾ കണ്ടു. വലിയൊരു ആശ്വാസ വാർത്ത എന്ന് മാത്രമേ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പശുവിനെ കാണാതായതോടുകൂടി ഇവർ ഉൾവനത്തിലേക്ക് ആ പശുവിനെ തെരഞ്ഞ് പോകുന്നത്.